നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 22-ന് ശേഷം നമ്മൾ എല്ലാവരും കേൾക്കാൻ കാത്തിരുന്ന ഒരു വാർത്ത കേട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ എണീറ്റതും. ഏതായാലും കൃത്യം, വ്യക്തം, കനത്ത പ്രഹരം. ഇതാണ് ഇന്ന് പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ആദ്യം പറയാനായിട്ട് സാധിക്കുന്നത്, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാതെ നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ പാക് സൈനിക കേന്ദ്രങ്ങളെയോ ഉന്നം വെക്കാതെ ഭീകരരെ അവരുടെ താവളങ്ങളിൽ വെച്ച് തന്നെ തീർക്കുകയെന്ന ഇന്ത്യയുടെ തീരുമാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടപ്പിലാക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ചുട്ട മറുപടിയും ഇതുതന്നെയാണ്. ഏപ്രിൽ 22-നാണ് ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തി പഹൽഗാമിൽ ഭീകരർ തോക്കെടുത്തത്. സാധാരണക്കാരായ വിനോദസഞ്ചാരികളെയാണ് ഭീകരർ മതം ചോദിച്ച് നിഷ്കരുണം കൊലപ്പെടുത്തിയത്. അതും കൺമുൻപിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്ത് അവർ രസിക്കുകയായിരുന്നു. ആകെ 26 പേർക്കാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അന്ന് ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും നെഞ്ചാണ് പിടഞ്ഞത്. ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇവരിൽ പലരും വെടിയേറ്റു വീണത് ഉറ്റവരുടെ കൺമുന്നിലായിരുന്നു. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം പിന്നിട്ടവർക്ക് തങ്ങളുടെ പ്രിയതമനെ നഷ്ടമായതിന്റെ വേദനയും പഹൽഗാമിൽ നിന്ന് നാം കണ്ടു. ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും ആഴത്തിൽ മുറിവേൽപ്പിച്ചതായിരുന്നു പഹൽഗാമിൽ നിന്നുള്ള ആ നൊമ്പര കാഴ്ചകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയാണെന്ന് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ലഷ്കർ ഭീകരർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊടും ക്രൂരതയ്ക്ക് അവർ സങ്കല്പിക്കുന്നതിലും അപ്പുറമുള്ള മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പങ്കാളികളായ ഓരോരുത്തരെയും പിന്തുടർന്ന് വേട്ടയാടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതീവ ജാഗ്രതയോടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലായിരുന്നു പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയത്. തിരിച്ചടി എങ്ങനെ വേണമെന്ന് ചർച്ച ചെയ്യാനായി പലതവണയാണ് വിവിധ സേനാ മേധാവിമാരുമായി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നേരത്തെ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടായിരുന്നു. തിരിച്ചടിയുടെ രീതിയും ലക്ഷ്യവും സമയവും സൈന്യത്തിന് തീരുമാനിക്കാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതിനു പിന്നാലെ വ്യോമ കരസേനാ മേധാവിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ കൂടിക്കാഴ്ചകൾ കഴിയുമ്പോഴും നമ്മൾ ഏറെ നിർണായകമായി തന്നെയായിരുന്നു അത് നോക്കിക്കണ്ടിരുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ കൃത്യമായി നടത്തിയ നിരീക്ഷണത്തിലാണ് പാകിസ്ഥാനിലെ ഇപ്പോൾ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ തിരഞ്ഞെടുത്തതും പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളായിരുന്നു. പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ പ്രധാന ക്യാമ്പുകളായ 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേനകൾ ലക്ഷ്യമിട്ടത്. പഹൽഗാമിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഇന്ത്യൻ സ്ത്രീകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും ഈ ദൌത്യത്തിന് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് സുപ്രധാന സൈനിക ദൌത്യത്തിന് ഈ പേര് നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായുള്ള മുസാഫറാബാദ്, കോട്ട്ലി, ബഹാവൽപൂർ, റവാല കോട്ട്, ഭിംബർ, ചക്സുവാരി തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇന്ത്യയുടെ സൈനിക ആക്രമണം. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബ്ഹാനള്ള ക്യാമ്പസ്, ലഷ്കർ ആസ്ഥാനമായ മുരിഡ്കയിലെ മർക്കസ് ത്വയ്ബ, ഹിസ്ബുൾ ക്യാമ്പായ സിയാൽകോട്ടിലെ മഹ്മൂന ജോയ എന്നിവയെല്ലാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ചാരമായി. 25 മിനിറ്റോളം നീണ്ടുനിന്ന ആക്രമണത്തിൽ സ്കാൾപ്പ്, അതായത് സ്റ്റോം ഷാഡോ മിസൈലുകളും ഹാമർ ബോംബുകളും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ പ്രയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാനിലെ ഈ ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളും അവിടങ്ങളിൽ ബോംബ് വർഷിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കാത്ത രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് സേനയ്ക്ക് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞത്. ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തത് സാധാരണക്കാരെ ഇത് ബാധിക്കാതിരിക്കാനാണ്. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ടില്ല. അതീവ സൂക്ഷ്മതയോടെ പാക് ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിനും കനത്ത തിരിച്ചടി നൽകുമെന്നും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സേന നടത്തിയിട്ടുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനിടെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം തക്കതായ തിരിച്ചടി നൽകിയതിന് പിന്നാലെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആണവായുധ ഭീഷണി മുഴക്കിയ പാക് പ്രതിരോധ മന്ത്രി തന്നെ നിലപാട് മാറ്റി രംഗത്ത് വന്നു. പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്ത്യ തിരിച്ചടി നിർത്തിയാൽ തങ്ങളും പ്രശ്നപരിഹാരത്തിന് തയ്യാറാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫ് അറിയിച്ചു.
ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകരതാവളങ്ങൾ വ്യോമാക്രമണത്തിലൂടെ തകർത്തതിന് പിന്നാലെയാണ് ഖ്വജ ആസിഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സൈന്യം സജ്ജമാണ്, പക്ഷേ സംയമനം പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യ നിലവിലെ സൈനിക നടപടികൾ നിർത്തിവെച്ചാൽ തങ്ങളും നിർത്തും. ഇസ്ലാമാബാദിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിലാണ് പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫ് പറഞ്ഞത്. പാകിസ്ഥാൻ ഇതിനകം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായതിനാൽ ഇന്ത്യയുമായി ഒരു യുദ്ധം നടത്താൻ അടുക്കുന്ന അവസ്ഥയിലല്ല. കൂടുതൽ സംഘർഷം ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമമായാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ നീക്കം കാണപ്പെടുന്നത്. പുലർച്ചെ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ഭീകരരുടെ പരിശീലന റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, ഭീകരൻ മസൂദ് അസറിന്റെ ഒളിത്താവളം എന്നിവ കൃത്യമായി ആക്രമിച്ച് തകർക്കുകയായിരുന്നു. ഇപ്പോഴും എത്രത്തോളം 80 മുതൽ 90 വരെ ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അടക്കം തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ഒരു കൃത്യമായിട്ടുള്ള എണ്ണം ഇതുവരെയായിട്ടും സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഏതായാലും സാധാരണക്കാർക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പരിക്ക് പോലും പറ്റാതെയുള്ള ഓപ്പറേഷൻ തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്.